എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തുടങ്ങി വീഡിയോ എടുത്തു തുടങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കരുതി ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് മമ്മിലെ ദീപം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ. ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഭരണിയുടെ തിരക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റെയറായിട്ടുള്ളൂ. അങ്ങനെ കുറേ നേരം ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് അവശതയായി വേർത്ത് കുളിച്ചിട്ടൊക്കെയാണ് ആളെത്തിയിട്ടുള്ളത്. അതേ വന്നപ്പോൾ സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്. എല്ലാ വീടിനേക്കാളും കൂടുതൽ ഇവിടെ ചൂടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഒട്ടും മരങ്ങളില്ല, ചുറ്റും ഒട്ടും മരങ്ങളില്ല. ഫുള്ളിങ്ങനെ പറമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇന്ന് രാവിലെ സുധിച്ചേട്ടൻ പറഞ്ഞു എല്ലാ ജനലും തുറന്നിടാം, പിന്നെ രാത്രി അടച്ചാൽ മതി. അപ്പം ഇത്തിരി ചൂടിനൊരു കുറവുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വന്നിട്ടുണ്ട്. നോക്കൂ തുമ്പിക്കുട്ടി, ഓക്കെ. തുമ്പി രാവിലെ തന്നെ ഒരു ബാഗായിട്ട് ഇരിക്കുന്നു. ആരുടെ ബാഗാണത്? അമ്മയുടെ ബാഗാണോ? ശുക്രോടെ എന്താ തുമ്പിക്ക് ഏറ്റവും ഇഷ്ടാരാണ്? ഓ, ആരാണ് ഏറ്റവും ഇഷ്ടം? ആരാണ് ഏറ്റവും ഇഷ്ടം? ശുക്രനായിട്ട് ഇഷ്ടാരാണ്? ഓ, താങ്ക് യു ശുക്രു. അങ്ങനെ അപ്പോൾ ഇന്ന് അമ്മ വന്നപ്പോഴേക്കും എനിക്കൊരു ഇതുണ്ടായിരുന്നു, എല്ലാ പണിയും തീർത്ത് വെക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ വിചാരിച്ച് അമ്മ എന്തായാലും വെയിലത്തൊക്കെ വരുന്നതല്ല, ഇപ്പം എല്ലാ പണിയും കഴിച്ചു വെക്കാം. അല്ലെങ്കിൽ ഞാൻ അമ്മ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്യാറില്ല. എന്നാലും അമ്മക്ക് ഞാൻ കുറച്ച് പണി വെച്ചിട്ടുണ്ട് കേട്ടോ. തുണി മടക്കാനുണ്ട്, കുറച്ച് തുണി അലക്കാനുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ പണികളും ഞാൻ കഴിച്ചു വെച്ചു, പെരടിച്ച് തുടച്ചു. പിന്നെ എന്തുട്ടാ, അല്ലെങ്കിൽ അമ്മ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാറില്ല. അങ്ങനെ പിന്നെ ഈ ഒരു നെറ്റിയിൽ ഇങ്ങനെ കറുത്തപാടെന്ന് പറയാൻ അമ്പലത്തിൽ പോയപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു കറുപ്പ സംഭവമില്ല, അതിങ്ങനെ ആകെ മൊത്തം പരന്നിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ചതാണ്. അതാണ് ഫുള്ളിങ്ങനെ കറുത്തായിട്ടിരിക്കുന്നത്. പിന്നെ നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. ട്രിപ്പ് എന്ന് പറയാനായിട്ട് എവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഞാൻ കുറേ നാളായിട്ട് ഞാനും എൻ്റെ പിള്ളേരും ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പാണ്. സുധിച്ചേട്ടന് വലിയ ഇഷ്ടമില്ലാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തിട്ടാണ്, അപ്പം നാളെ നമ്മൾ പോവാണ്. അമ്മയും കൂടി ഉണ്ട് അല്ലേ അമ്മേ? അപ്പം അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ. ഞാൻ എന്തിട്ടാണ് ഇന്ന് രാവിലെ വെച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ എന്തിട്ടായിരുന്നു, ബ്രെഡ് വാട്ടിയതും പിന്നെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു കറി, അതുമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. അതൊക്കെ കഴിച്ച് സുധിച്ചേട്ടൻ പോയി. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് കറിക്ക് ഞാൻ എന്തിട്ടാണ് അച്ചിങ്ങ വാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നാടൻ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും. പിന്നെ എന്തിട്ടാണ്, പിന്നെ സുധിച്ചേട്ടൻ പോണതിന് മുന്നേ തന്നെ എന്തിട്ടാ കേര നല്ല അടിപൊളി ഫ്രഷ് കേരയായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ വറുക്കാനുള്ളത് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോസ് കാണാം, അപ്പോൾ ഓരോ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത് നല്ല മുളകിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കാണാനായിട്ട് ഇത് നമ്മുടെ കേരക്കറിയാണ് കേട്ടോ. എനിക്ക് കുടുതയും കേരയും കൂടെ അങ്ങോട്ട് മാറിപ്പോവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നേ. അപ്പോൾ അതേ സുക്രുവിന് പാല് ഹോർലിക്സ് ഇട്ടത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു ഗ്ലാസ് പാല് കൊടുത്തു. തുമ്പി രാവിലെ കുടിച്ചതാണ് കേട്ടോ. പിന്നെ അതേ രാവിലെ തുടങ്ങി കുളിച്ച് റെഡിയായപ്പോൾ തുടങ്ങി എൻ്റെ ബാഗും പിന്നെ അവളുടെ ബാഗും ഇട്ടൊരു നടപ്പാണ് കേട്ടോ. പെൺകുട്ടികളല്ലെങ്കിൽ ഇതിനോടൊക്കെ ആയിരിക്കും കൂടുതൽ ക്രേസ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇട്ട് നടക്കാണ് കക്ഷി. പിന്നെ എന്ത് ചെയ്തു, അമ്മ വന്നപ്പോൾ കുമ്മട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഞാൻ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തതാണ് കേട്ടോ. അങ്ങോട്ട്
നാളേക്കുള്ള ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിടാനായിട്ട് പോയപ്പോഴാണ് പച്ചരി തീർന്നു എന്നുള്ളൊരു കാര്യം അറിയുന്നത് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞത് സാരില്ല, വറുത്ത അരിപ്പൊടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉഴുന്നും പിന്നെ കുറച്ച് പുഴുക്കലരിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ തിന്നത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. പിന്നെ ചോറൊക്കെ തിന്നതിന് ശേഷം ഏകദേശം ഒരു 3:15 ആയപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ് ഇട്ടത്. അങ്ങനെ ഞാൻ സുക്രുവും കൂടി വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ പാല് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുക്രു ഇട്ടിരിക്കുന്ന തുമ്പിടെ ട്രൗസറാണ്. സുക്രുവിന് അത് മതിയായിരുന്നു. അപ്പോൾ പൊട്ടേട്ടാ, നല്ല വെയിലുണ്ട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. രാവിലെ പാല് മേടിച്ചതാണ്, എന്നാലും അത് തീർന്നു. നമ്മളിപ്പോൾ പാക്കറ്റ് പാല് മേടിക്കാറില്ല. പിന്നെ അമ്മയും കൂടെ വന്ന സ്ഥിതിക്ക് പാലിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്തിട്ടാ, ഞാൻ പറഞ്ഞല്ലോ നാളെ നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് പാലൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കലും മര്യാദക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ നാളെ രാവിലെ പാല് മേടിക്കുന്ന ആരും നടക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോയി മേടിക്കുന്നത്. നമുക്ക് പാല് പോയി മേടിച്ചിട്ട് വരാം. എപ്പോൾ പാല് മേടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും പാല് കഴിയാറാണ് പതിവ്. മിക്കപ്പോഴും പാല് കഴിഞ്ഞു എന്നായിരിക്കും ചേച്ചി പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ചെന്നതാണ് കേട്ടോ. പക്ഷെ നേരത്തെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാല് വന്നു. അങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ്, പാലൊക്കെ മേടിച്ചിട്ട് ഞങ്ങളത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മെയിനായിട്ടും ചായ ഉണ്ടാക്കാനല്ല കേട്ടോ. മക്കൾക്ക് ഇപ്പോൾ തുമ്പിയും പാലുകൂടി നിർത്തിയിരിക്കണ കൊണ്ട് എന്തിട്ടാണ് അവൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും പാല് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ സുക്രൂനും ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ പാല് മേടിച്ചിട്ട് വീട്ടിലോട്ട് വരാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്മ അവിടെ ചക്കയൊക്കെ മുറിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. സുധിച്ചേട്ടൻ ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഇന്നത് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് മുറിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. നല്ല അടിപൊളി കിടിലൻ ചക്കയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ചക്ക കിട്ടൽ വളരെ കുറവായിരുന്നു. എന്നിട്ടാണ് 2 പ്രാവശ്യമായിട്ട് മര്യാദക്ക് ചക്ക തിന്നിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടാണ് ഇത് സുചേട്ടൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത് തുമ്പിക്കുട്ടി ഉണ്ട് കേട്ടോ. ചക്കട മേലെ ഈ ചേർക്കണ പോലെ ഞാനും തുമ്പി സുക്കുറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അധികം തിന്നാൻ പറ്റില്ല കേട്ടോ. അധികം തിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറുവേദന വരും. അപ്പോൾ ഒരു കൊതിക്ക് തിന്നും. ഈ ഏറ്റവും നല്ലൊരു സ്മെല്ലെന്ന് പറയുന്നത് ചക്കട സ്മെല്ലാണല്ലേ. ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മുടെ മൂക്കിൽ കടിച്ച് കയറി നമ്മളെ കൊതി ഉറപ്പിക്കും. പക്ഷെ നമ്മുടെ കൊതിയുടെ അത്ര നമുക്കത് തിന്നാൻ പറ്റില്ല. പിന്നെ ചക്കട അവിടെ നിന്ന് ഞാൻ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ചക്ക കണ്ടാൽ തന്നെ അറിയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് മാധുര്യം. എന്ത് രസമാണല്ലോ ഇത് കാണാൻ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയാണ് ചക്ക എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഞാനും തുമ്പി അമ്മയും സുക്രുമണി എല്ലാം കൂടി ഇരുന്നിട്ട് ചക്കയൊക്കെ പൊളിച്ചു. അതിനുശേഷം 2 കസേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഇവരിയ്ക്കുന്നത്. ഇതാവുമ്പോൾ 2 പേർക്കും 2 കളർ വെച്ച് മേടിച്ചതാണ്. പക്ഷെ ഒരു കളർ മേടിച്ചാൽ മതിയായിരുന്നു. 2 പേർക്കും ബ്ലൂ മതി കേട്ടോ. അതിൻ്റെ പേരിലൊരു ഇടി നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലൂവിനേക്കാളും നല്ലത് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് സുക്രുവിനെ സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സുക്രു പിന്നെയും ഞാൻ പറയണ കേൾക്കും. തുമ്പി എന്ന് പറയണ ഭയങ്കര വാശിയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, അതിനുശേഷം കുറേ നേരം പോയി എറാത്ത് പോയിരുന്നു. അപ്പോഴേക്കും അമ്മ അതേ കുമ്മട്ടിങ്ങ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം. ഇപ്പം ഏകദേശം വൈകുന്നേരം അല്ല, ഇരുട്ടാവാറായി. 6 മണി 5:30 അമ്മ 5:30 6 മണിയാ ആ സമയമായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഫ്രണ്ടിലിരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ്. ഇതാണ് അമ്മ എന്നുള്ള വ്യത്യാസം. ഞാനിവിടെ ഉള്ളപ്പോൾ എനിക്ക് കുടിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കണം, അമ്മ ഉള്ളപ്പോൾ അമ്മ ഉണ്ടാക്കി തരും. ഓക്കെ. അപ്പോഴത്തേക്കെൻ്റെ വിളക്കൊക്കെ കത്തിക്കാറായിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ചു. എത്ര പെട്ടെന്നാണല്ലേ നേരം പോയത്. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരം പോണ കാര്യം അറിയാനേ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നേരം പോവും. അങ്ങനെ എന്ത് ചെയ്തു, അമ്മ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം കൊണ്ട് ചോറ് കുറവായിരുന്നു വൈകുന്നേരത്തേക്ക്. കേരക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചോറ് തിന്നും എല്ലാവരും. ഞാൻ തന്നെ 2-3 വട്ടം ചോറ് തിന്നിട്ടോ. എനിക്ക് ചോറ് ഞാൻ കുറച്ചെടുക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുട്ടോ എനിക്ക് അപ്പം വിശക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. അന്ന് എൻ്റെ ശരീരത്തിൽ അങ്ങനെ അധികം പിടിക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. വല്ല വണ്ണം വെക്കുന്ന ഒരു ടൈപ്പായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വണ്ണം വെച്ച് പോയേനേട്ടാ. അങ്ങനെ എന്ത് ചക്ക വറുത്തത് തിന്നാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറുക്കണം.
തിന്നുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ്. ചിലപ്പോൾ അത് ഇതായിരിക്കും, നല്ലതല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തിന്നുന്നത്. പക്ഷേ ചൂടല്ലേ ഗൈസ്, ചൂടാകുമ്പോൾ നമ്മുടെ ഭയങ്കര തളർച്ചയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. പക്ഷേ എന്തെങ്കിലും സാലഡ് കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ ഈ ചക്ക വറുത്തതും അങ്ങനത്തെയൊക്കെയാണ് തിന്നേണ്ടത്. കണ്ടില്ലേ, ഇനിയെടുത്ത് തണുത്തവെള്ളം കുടിക്കും. തണുത്തവെള്ളം കുടിച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല തൊണ്ടവേന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ തണുത്തവെള്ളം വെച്ചിട്ടില്ല. വെച്ചാൽ ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ചൂടല്ലേ ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, അപ്പം ഞാൻ ചോറ് വെച്ചു. അപ്പോഴത്തേക്കും അമ്മ രണ്ടുപേരും മേലൊക്കെ കഴുകിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേലൊക്കെ കഴുകി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളിന്ന് ലൂസിഫർ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ രണ്ടുപേരും ആദ്യം തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായത് രണ്ടുപേരും റെഡിയാക്കി നിർത്തുന്നു. അങ്ങനെ സുധിച്ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. എന്തെടുക്കുന്നു? അപ്പോഴത്തേക്കും അമ്മ ഞങ്ങൾ പോണതിന് മുന്നേ എന്തിട്ടാ നമ്മുടെ മറ്റേ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കാനായിട്ട് പോവാണ്. അപ്പം അത് അരച്ച് വെച്ചു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് ഈ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് സക്സസ് ആവുന്നു. പക്ഷേ അടിപൊളി ദോശയായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കണേൽ അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും ഇതേ സുധിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ വറുത്ത് ഞാൻ പോയി വേഗം തന്നെ റെഡി ആയിട്ടോ. പിന്നെ റെഡി ആയതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ അച്ചിങ്ങ വാട്ടിയതുണ്ടായിരുന്നു, അതേപോലെ തന്നെ മീൻ വറുത്തത്, കേരക്കറി, പപ്പടം കേട്ടോ. അപ്പോൾ സുചേട്ടൻ പറയും മുട്ട വറുത്തതും കൂടെ വേണമായിരുന്നു. ഞാൻ പറഞ്ഞ മുട്ട വറുത്തതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ആഡംബരമായി പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ ലൂസിഫർ എമ്പുരാൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിനിമ കാണാൻ പോയ വിശേഷങ്ങൾ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു പറ. Bye.